ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളായ ഇവിടെ ഈ മലയാളിക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളായി പച്ചക്കറി, അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നു പറയുന്ന പോലെ ജയറാമേട്ടനെ തിരിച്ചു കൊണ്ടുവന്നത് വിതിരിച്ചാണ്. ഏറ്റവും ആവശ്യമായിരുന്ന മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് വേണമല്ലോ. അപ്പൊ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ഭയങ്കര ഗ്രിപ്പിംഗ് ആയ ഒരു കഥ വേണം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും അത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു. അദ്ദേഹം അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലേ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് ഈ അദ്ദേഹം എന്നോട് കഥ പറയുന്നത്. ഞാനത് ജയറാമേട്ടനോട് പറയുന്നു. പിന്നെ ആ പ്രൊജക്ട് അങ്ങനെ അനുദിനം വലുതാവുകയായിരുന്നു. നല്ല ടെക്നീഷ്യന്മാര്, നല്ല ആർട്ടിസ്റ്റുകൾ, പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം കണ്ടവർക്കറിയാം, പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം പടത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞ പോലെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നത്. എല്ലാം ചേർന്ന് നന്നായി വന്നൊരു സിനിമയാണ് അബ്രഹാം ഓസ്ലർ. ചേട്ടാ, പടത്തിന്റെ അവസാനം നമ്മുടെ ഓസ്ലറിന്റെ വേറൊരു മോഡാണ് കാണിക്കുന്നത്. അതെ. അപ്പം സെക്കൻഡ് പാർട്ടിൽ വേറൊരു, ഫസ്റ്റ് പാർട്ട് ഇമോഷണൽ ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് വേറൊരു ലെവലിലുള്ള ഓസ്ലറിനെ കാണാൻ സാധിക്കും. ഞാൻ അതിനൊരു കാർഡ് വെക്കും. നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് വന്നാൽ മതി അടുത്തൊരു പാർട്ട് വരുമ്പോൾ. മമ്മൂക്ക ഇവിടെ ഇന്നലെ ഈ സിനിമ ഹിറ്റടിക്കുന്നു. ഇന്നലെ തന്നെ മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ ടീച്ചർ ഇറങ്ങുന്നു. എന്താ മമ്മൂക്ക, ഒരു രക്ഷയില്ലാട്ടോ ടീച്ചർ കണ്ടിട്ട്. ഗംഭീരം ഒരു ഗെറ്റപ്പ്. അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നമുക്ക്. അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ്. ഫസ്റ്റൊക്കെ ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് വരട്ടെ പറയാം. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു, അതൊക്കെ എനിക്ക് പേടി. പ്രതീക്ഷയ്ക്ക് ഒത്തുവരല്ലേ, നമുക്കത് സമയമുണ്ട് എന്നെ പറയാം. തീർച്ചയായിട്ടും ജയറാമേട്ടൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയറാമേട്ടൻ ഉറപ്പിച്ചോണ്ട്, ഞാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഒന്ന് അഭിനയിച്ചത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ. ആ ഒരു കഥയുണ്ട്, ആ ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തെടുക്കും. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്. അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിൽ. അൻസാറിന്റെ വീട്ടിൽ പോയി അൻസാറിനോട് ഞാൻ പല ദിവസങ്ങളും ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി, കൂടെ എടുക്കണം. അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 മണിക്ക് വീടിന്റെ മാതൊക്കെ പോയി കൊണ്ടുപോയി ഇപ്പം കലാഭവനിലെ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പടത്തിന്റെ ഷൂട്ടിങ്ങിന് മുമ്പ് വരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന് കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ അപ്പോൾ ഓർമ്മയുണ്ട്, അൻസാറിന്റെ കൂടെ വന്നാണല്ലേ എഴുതി വെച്ചു. അങ്ങനെ അവിടെ പോകുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. അതിപ്പോഴും ഈ കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിലും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നു. അപ്പം അതിന്റെ ഒരു എനർജി എവിടെ നിന്ന് കിട്ടുന്നു? അതന്നെ ഈ ഒരു ഏജിൽ പറഞ്ഞ് ശീലിച്ചു പോയി. ഇതാണ് എനർജി. എൻ്റെ മുമ്പിൽ കാണുന്നത് മുഴുവൻ എൻ്റെ എനർജി. ഭീഷ്മർ ഇറങ്ങിയ ടൈമില് നമുക്ക് അടുത്ത് ചോദിച്ചു, ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കുമെന്ന് ചോദിച്ചപ്പോ നമുക്ക് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ടർബോ തിയേറ്റർ ഇളക്കി മറിക്കും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളിപ്പോൾ പറയില്ല. കടുത്ത തീരുമാനത്തിലാണ്. വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക, അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക. അദ്ദേഹം ഒരേ സമയം കാതലും കണ്ണൂർ സ്ക്വാഡ് കണ്ട് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ്. ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഭീഷ്മപർവത്തിന് ശേഷം 2000 ശേഷം സംസാരിക്കുന്ന പ്രധാന നടൻ തെരഞ്ഞെടുപ്പായി പറയുന്നത് മമ്മൂക്കയാണ്.